എന്താണ് ഹോർമൂസ്? ഹോർമൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഞാൻ എൻ്റെ മാപ്പ് വെച്ച് തന്നെ കാണിക്കും. ഈ പേർഷ്യൻ കടലിടുക്കിലേക്ക് കയറാനായിട്ടുള്ള ഒരു ചോക്കിംഗ് പോയിൻ്റാണ്. അവിടെ കുറച്ച് എന്താ പറയുക, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, ഒരു 10-25 കിലോമീറ്റർ. എന്നാൽ 25 കിലോമീറ്റർ വൈഡായിട്ട് കിട്ടുന്നുമില്ല. അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ദ്വീപുകൾ, പവിഴപ്പുറ്റുകൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വെള്ളം അല്ലെങ്കിൽ അവിടെയുള്ള വാട്ടർ ലെവൽ എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. ചിലയിടത്തൊക്കെ വളരെ ഷാലോയാണ്. പേർഷ്യൻ ഗൾഫ് ആസ് എ ഹോൾ ഷാലോ വാട്ടേഴ്സാണ്. എന്ന് പറഞ്ഞാൽ ഒരു സമുദ്രം എന്ന് പറയുന്നു എന്നല്ലാതെ ഒരു സമുദ്രത്തിന് വേണ്ട ആഴം ശരിക്കും ഒരു വാലിയിലാണ് ആ സമുദ്രം പോലെ സെറ്റ് ആയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചാണ്, അത് നാച്ചുറലായിട്ട് സംഭവിച്ചതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആഴമുള്ള സ്ഥലം, 100 മീറ്റർ ആഴമുള്ള സ്ഥലം അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഒരു സമുദ്രമാണ് നോക്കണം, നമ്മളൊരു തടാകമൊന്നുമല്ല. അപ്പോൾ ഒരു ശരാശരി 40-45 റേഞ്ചിലാണ് അതിൻ്റെ ആഴം. അപ്പോൾ ഒരു കപ്പലുകളൊക്കെ നേരെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം ഒരു 10-30 മീറ്ററെങ്കിലും മിനിമം, അത് എല്ലാ കപ്പലുകളുടെ കാര്യമല്ലേ പറഞ്ഞത്, അത്രയെങ്കിലും ആഴമുള്ള സ്ഥലങ്ങൾ നോക്കുമ്പോൾ അതിലൂടെ മാത്രമാണ് സീ റൂട്ട്സ് വരുന്നത്. അപ്പം 2 സീ റൂട്ട്സ് ആണ് പ്രധാനമാണ് അതിനകത്തുള്ളത്. ഒന്ന് അങ്ങോട്ട് പോകാനും മറ്റൊന്ന് ഇങ്ങോട്ട് വരാനും. അപ്പം ഈ 2 സീ റൂട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹോർമൂസ് സ്ട്രെയിറ്റ് ആക്ച്വലി കിടക്കുന്നത് 2 രാജ്യങ്ങൾക്കിടയിലാണ്. ഒരു ബാങ്കിൽ ഒമാൻ, ഈ ചർച്ചയൊക്കെ നടത്തുന്ന ഒമാൻ മധ്യസ്ഥ ചർച്ച, മറ്റേത് ഇറാൻ. ആ ചോക്കിംഗ് പോയിന്റിൽ, പിന്നെ ഇപ്പുറത്ത് സൗദിയും UAE ഒക്കെ ഉണ്ട്, അത് പോട്ടെ. ആ ചോക്കിംഗ് പോയിന്റിൽ വരുന്ന 2 രാജ്യങ്ങൾ ഇവയാണ്. അപ്പം ആദ്യമായിട്ട് ഇന്നത്തെ ഒരു രസകരമായ ഒരു ട്രോൾ എന്ന് തന്നെ പറയാം. നമ്മുടെ അർഗാച്ചി അടക്കമുള്ള ഇറാൻ മീഡിയ, അല്ലെ ഇറാനിലെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അർഗാച്ചി അടക്കം പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, നിങ്ങൾ 48 മണിക്കൂറിന് ഞങ്ങളത് തുറന്നു കൊടുക്കണമെന്ന് പറയും. ആക്ച്വലി ഇറാൻ അത് അടച്ചിട്ടിട്ടൊന്നുമില്ല. ഇറാൻ അങ്ങനെ ഇത്രയും അടയ്ക്കാനുള്ള സെറ്റപ്പും ഇറാനില്ല, അതിനുള്ള നാവികസേനയും ഇല്ല. പിന്നെ ഇറാൻ കുറച്ച് മൈൻസ് കൊണ്ടുവന്ന് അതിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് ഇറാൻ അറിയാം. അതുകൊണ്ടാണ് ഇറാൻ ഓരോരോ എണ്ണ ടാങ്കറുകളെ എസ്കോർട്ട് ചെയ്തോ അനുവദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈനുകളല്ലാത്ത സ്ഥലത്തൂടെ പോയി ഗൈഡ് ചെയ്ത് അവർ അപ്പുറത്ത് കൊണ്ട് ഇടും. ഒന്നാലോചിച്ച് നോക്കൂ, നിങ്ങളുടെ റോഡിൽ മൈൻ വിതറുന്നു എന്ന് പറയുന്നതോളം തുല്യമാണ് നിങ്ങൾ പോകുന്ന സ്ഥലത്ത്. ഇപ്പം ഇറാൻ ചെയ്യുന്ന ഒരു ഭീകര പ്രവർത്തനമാണെന്നൊന്ന് ഒന്നാമത് മനസ്സിലാക്കണം. 2, ഇന്നിപ്പോൾ ഇവർ തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യായം, ഞങ്ങൾ അതിലൂടെ കടന്നു പോകുന്ന ഈ യാനങ്ങൾ, കപ്പലുകളിൽ നിന്ന് യഥാർത്ഥത്തിൽ ടോള് പിരിക്കേണ്ടതാണ്, ഞങ്ങൾ ചാർജ് ഈടാക്കേണ്ടതാണ്. ഞങ്ങളത് ചെയ്യുന്നില്ലല്ലോ. ഞങ്ങൾ വർഷങ്ങളായിട്ട് വളരെ ജനറസ് ആണ് ഞങ്ങൾ. അപ്പം ഉദാഹരണമായിട്ട് സൂയസ് കനാൽ ഉപയോഗിക്കുന്ന കപ്പലുകൾ 1 മില്യൺ മുതൽ 2 മില്യൺ വരെയൊക്കെയാണ് ഓരോ കപ്പലിൽ നിന്നും വാങ്ങിക്കുന്നത്. അതൊന്നും ഞങ്ങൾ വാങ്ങിക്കുന്നില്ലല്ലോ. പനാമ കനാൽ ഉപയോഗിക്കുന്ന കപ്പലുകളിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നില്ലേ? ഇതൊന്നും ഞങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല. ഞങ്ങൾ വർഷങ്ങളായിട്ട് എല്ലാവരും പൊയ്ക്കോട്ടെ, ആർക്കും ഒരു പ്രശ്നമില്ല, ഞങ്ങളുടെ മുന്നിൽ കൂടെ പോകുന്ന ഇതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഒന്നുമില്ല. ഞങ്ങൾ വളരെ ജനറസ് ആയിട്ട് മര്യാദയ്ക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഞങ്ങളെ എക്കണോമിക്കലായിട്ട് സാങ്ഷൻ ചെയ്ത് ഞെരുക്കി, എപ്പോഴാ ഈ IRGC വന്നതിന് ശേഷമുള്ള കാര്യം പറയാം, സാങ്ഷൻ ചെയ്ത് ഞെരുക്കിയൊക്കെ ഇട്ടിരിക്കുന്നു. ഞങ്ങളെ ഉപരോധത്തിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങളെ ആകെ കുഴപ്പമില്ല. എന്നിട്ട് പോലും ഞങ്ങൾ ആരെയൊന്നും പൈസ വാങ്ങിക്കുന്നില്ല, ടോള് വാങ്ങിക്കുന്നില്ല, ചാർജ് വാങ്ങിക്കുന്നില്ല. ഞങ്ങൾ ഇത്രയും നല്ല പിന്നെ ആകെ ഞങ്ങളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ തടസ്സപ്പെടുത്തിയെന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ എങ്ങനെയാ തടസ്സപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞു. ഭീതി വ്യാപാരം, അതായത് ഭീതി വ്യാപാരം എന്ന് പറഞ്ഞാൽ ഇത് ഇറാൻ അല്ല തടസ്സപ്പെടുത്തുന്നത്, ഈ മാർക്കറ്റ് ഫോഴ്സസ് ആണ്, ഇൻക്ലൂഡിങ് ഇൻഷുറൻസ്. അതാണ് ഇപ്പോൾ ഇതിലെ ഒരു റോഡ് തന്നെയാണേലും അങ്ങനെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഞാൻ കഴിഞ്ഞ ലൈവിലൊക്കെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഭീതി വ്യാപാരം വെച്ചുകൊണ്ടാണ് ഇറാൻ ഇത്. അപ്പം ഭീതി പിൻവലിക്കും, ഇതാണ് ആയിരിക്കും പറയാൻ പോകുന്നത്, ഞങ്ങൾ ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല. അപ്പം വേറെ ആരും ചെയ്യത്തില്ല, അതാണ് ഇറാൻ ചെയ്യില്ല എന്ന് പറയുമ്പം ഈ ഹോർമൂസ് ക്ലിയർ ആവുമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വേറെ ഒരു രാജ്യവും ഇറാൻ്റെ പണി ചെയ്യില്ല എന്ന് ഇറാൻ അറിയാം എന്നാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇറാൻ ഓക്കെ നിങ്ങളെല്ലാം പൊയ്ക്കോ, ഞങ്ങളിനി ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഒരു ഗുണ്ട പിന്മാറി കഴിഞ്ഞാൽ വേറൊരു ഗുണ്ട ചാടി വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
അങ്ങനെ ഒരു ഗുണ്ട ചാടി വീഴില്ല. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ടോള് പിരിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു ന്യായം അർഗാച്ചിയാണ് പറഞ്ഞത്. അർഗാച്ചിയും അവരുടെ ലെജിസ്ലേറ്റീവിൽ പാർലമെന്റിൽ ബില്ല് പാസ്സാക്കിയിട്ട് കുറഞ്ഞ 1 മില്യൺ മുതൽ 2 മില്യൺ വരെ എല്ലാ വലിയ എണ്ണ ടാങ്കറുകളിൽ നിന്നൊക്കെ തിരിക്കണം, അങ്ങനെ കുറേ പൈസ സമ്പാദിക്കാം എന്നൊക്കെ ഞങ്ങളിപ്പോൾ ബില്ല് അവതരിപ്പിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് ഇത് ടോളാണോ എന്താണെന്നറിയില്ല. എന്തായാലും ഇങ്ങനെയുള്ള സംഗതിയാണ് ഈ ട്രംപിൻ്റെ അൾട്ടിമാറ്റത്തിന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു രസം, ഇവർ മുന്നോട്ട് വെക്കുന്ന പല കോണുകളിലൂടെ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ് ഈ പനാമ കനാലിൻ്റെയും സൂയസ് കനാലിൻ്റെയും കാര്യം. ഈ പനാമ കനാലും സൂയസ് കനാലും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇസ്താൻബുളിൻ്റെ നടുവിലൂടെ പോകുന്ന ഒരു പാതയുണ്ട് തുർക്കി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിനൊക്കെ തുർക്കി അതിന് പൈസ വാങ്ങിക്കുന്നില്ല, അതിന് യഥാർത്ഥത്തിൽ ടോളൊന്നും വാങ്ങിക്കുന്നില്ല. പക്ഷേ അവിടെയുള്ള സർവീസിന്, കാരണം പലപ്പോഴും ആ ഒരു പാതയിലൂടെ ബോസ്പറസ് എന്നാണ് പറയുന്നത്, ആ ഒരു പാതയിലൂടെ കപ്പലുകൾ കറക്റ്റായിട്ട് കയറി അപ്പുറം കൊണ്ടുവരാനായിട്ട് ഈ ടാങ്കർ കപ്പലുകളിലെ നാവികർക്ക് മുൻപരിചയം ഇല്ല എന്നുള്ളത് കൊണ്ടാവാം അവർ എക്സ്പേർട്ട് ഈ കപ്പിത്താൻസിനെ നാവികരെ വിട്ടുകൊടുക്കും. അവരാണ് ഈ കപ്പലപ്പുറം കടത്തുന്നത്. അപ്പോൾ അതിനൊക്കെ പൈസ വാങ്ങിക്കും. പിന്നെ സാനിറ്റേഷൻ, ഹെൽത്ത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ പൈസ വാങ്ങിക്കും. അതൊക്കെ അവിടെയുള്ള ഒരു ഉത്സവ കച്ചവടം പോലുള്ള സംഗതിയാണ്. അല്ലാതെ ആ വാട്ടേഴ്സിന് ഉപയോഗിക്കുന്നതിന് ടാക്സ്, ടോൾ തുർക്കി പിരിക്കുന്നില്ല. കാരണം അതായത് നാച്ചുറലായ ഒരു സംഗതിക്ക് അങ്ങനെ ആരും പിരിക്കാറില്ല. സൂയസ് കനാലും പനാമ കനാലും നാച്ചുറൽ അല്ല, ആർട്ടിഫിഷ്യലായിട്ട് അത്തരം സ്ഥലങ്ങളിൽ മനുഷ്യനിർമ്മിതമായിട്ടുണ്ടായതാണ്. ഒരുപാട് പണം, ഒരുപാട് അധ്വാനം, ഒരുപാട് ജീവനുകൾ, ഒരുപാട് എഫേർട്ട്, ഒരുപാട് കാര്യങ്ങൾ സ്പെൻഡ് ചെയ്താണ് ഈ കനാലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. അത് നാച്ചുറലായിട്ട് പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു സംഗതിയല്ല. അപ്പോൾ അത് ഹോർമൂസുമായിട്ട് അതിനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹോർമൂസ് നാച്ചുറലായിട്ടുള്ള ഒരു സ്ട്രേറ്റാണ്, ഇതേ കണക്കുള്ള ഒരു നാരോ കനാലല്ല. ഓക്കെ, ഒരു ചെറിയ സ്ഥലത്ത് ഒരു ചോക്കിംഗ് പോയിന്റ് വരുന്നുണ്ട്. ഇനി ഈ ഒരു ഹോർമൂസ് സ്ഥിതി ചെയ്യുന്നത് ഒമാനും ഇറാനും നടുവിലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ അതിൻ്റെ നടുക്കൂടെ പോകും അവരെ ടെറിട്ടോറി എന്ന് പറയുന്നത്. അതായത് അവിടുന്ന് ഇറാൻ്റെ കര മുതൽ ഒരു മധ്യം വരെ ഇറാൻ്റെ ഭാഗമാണ്, ടെറിട്ടോറിയൽ വാട്ടേഴ്സാണ്, അത് ഇറാൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇനി ഇറാൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒമാൻ്റെ ഭാഗമാണ്. ഈ 2 അന്താരാഷ്ട്ര കപ്പൽ ചാലുകളും ഈ ചോക്കിംഗ് പോയിന്റിലൂടെ കടന്നു പോകുന്നത് ഒമാൻ്റെ ഭാഗത്തുകൂടിയാണ്. ഒന്നത്, ഇറാൻ ഈ ഹോർമൂസിന് അവകാശം ഉന്നയിക്കണമെങ്കിൽ ഇറാൻ അത് ഓൺ ചെയ്യണം. ഇറാൻ അത് ഓൺ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, പകുതി മാത്രമാണ് അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. എന്നാൽ അന്താരാഷ്ട്ര കപ്പൽ പാടുകൾ ഈ ഇൻബൗണ്ട് ആയിട്ടുള്ള 2 റൂട്ടും അകത്തോട്ട് കയറുന്ന 2 റൂട്ടും കിടക്കുന്നത്, ആ ഭാഗത്ത് കിടക്കുന്ന രണ്ടും ഒമാൻ്റെ ഭാഗത്താണ്. യഥാർത്ഥത്തിൽ എന്തെങ്കിലും അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നത് ഒമാനാണ്. പക്ഷേ ഒമാന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല, കാരണം ഇതൊരു ഇൻ്റർനാഷണൽ കപ്പൽ പാതയാണ്. ഒരു ഇൻ്റർനാഷണൽ കപ്പൽ പാതയിൽ അവകാശവാദം ഉന്നയിക്കുക എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മലാക്ക സ്ട്രേറ്റ് ആയാലും പല സ്ട്രേറ്റുകളിൽ ഇതേ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഇറാൻ ഉന്നയിക്കുന്ന വേറൊരു ആരോപണം അല്ലെങ്കിൽ വേറൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്ട്രേറ്റിൽ ഈ അന്താരാഷ്ട്ര കപ്പൽ പാതകൾക്ക് അടുത്ത് ഒരു കൊച്ചു ദ്വീപ് വരുന്നുണ്ട്. ഇതിനിടയിൽ ദ്വീപുകളും പവിഴപ്പുറ്റുകളൊക്കെ ഉണ്ട്. ആ ദ്വീപ് ഇറാൻ്റെ ആണ്, ആ ദ്വീപിനടുത്തൂടെയാണ് ഇത് എന്നൊരു വാദം ഉന്നയിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് ലോകമെമ്പാടുമായിട്ടുള്ള ഈ കപ്പൽ ഗതാഗതത്തിന് വലിയ പ്രശ്നമായിരിക്കും. കാരണം വേറെ ഒന്നും നടക്കില്ല. ഇത് ഇങ്ങനെ ദ്വീപുകൾ അടുത്തൂടെ പോകുന്ന ഒരു ദ്വീപുണ്ട്, ആ ദ്വീപ് ഞങ്ങളുടെയാണ്, അപ്പോൾ അടുത്തൂടെ പോകുന്നത് ഞങ്ങളുടെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ടോൾ പിരിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കരാറ് ലോകം മുഴുവൻ നിലനിൽക്കുന്ന ഈ അന്താരാഷ്ട്ര നാവിക അല്ലെങ്കിൽ ഗതാഗതം മുഴുവൻ നിലനിൽക്കുന്ന ഒരു സംഗതിയായിട്ട് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോവില്ല. പിന്നെ ഇറാൻ അത് ഓൺ ചെയ്യുന്നില്ല, അത് നൈസർഗികമായിട്ടുള്ളതാണ്. പ്രകൃതി തന്നിരിക്കുന്ന ഒരു കപ്പൽ പാതയിലൂടെ ഇറാൻ എന്താണ്, അങ്ങനെയാണെങ്കിൽ ഒമാൻ പിരിക്കണം. ഒമാൻ പിരിക്കുന്ന ആരെയായിരിക്കണം? ഇറാൻ്റെ ഇന്ന് പൈസ വാങ്ങിക്കണം. എന്തിന്? ഇതിലൂടെ അങ്ങോട്ട് വരണമെങ്കിലും ഈ ഒരു ഒമാൻ്റെ ഭാഗത്തോടുള്ള ഇതല്ലേ, ഒമാനും പിരിക്കാൻ പറ്റില്ല. ടെറിട്ടോറിയൽ വാട്ടേഴ്സിലാണെങ്കിലും അന്താരാഷ്ട്ര കപ്പൽ പാതയാണെങ്കിൽ അതിനകത്തൊന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല. അത് ഈ ഹോർമൂസിൻ്റെ മാത്രം കാര്യമല്ല, എല്ലായിടത്തുള്ള കാര്യമാണ്. പക്ഷേ ഇറാനെ പോലെയുള്ള ഒരു രാജ്യം
ഇറാനെ പോലുള്ള രാജ്യം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ ഹോർമൂസ് ചെയ്യുന്നുണ്ട്, അത് തന്നെയാണ് ഈ മണ്ഡബ് എന്ന് പറയുന്ന ഈ പറയുന്ന റെഡ് സീയുടെ ആ ഭാഗത്തും ഹൂത്തികളെ കൊണ്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നതും ഇറാനാണ്. ഇറാന്റെ പരിശീലനവും ആയുധവും മറ്റ് സപ്ലൈക്കാരനാണ്. ഇത് ായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് തന്നെയാണ് ഹിസ്ബുള്ള ചെയ്യുന്നത്. ഹിസ്ബുള്ള മെഡിറ്ററേനിയൻ സീയിലുള്ള ഇസ്രയേലിന്റെ LNG ഉൾപ്പെടെയുള്ള പ്ലാന്റുകളും അതേപോലെ തന്നെ LNG ടെർമിനലുകൾക്കും നേരെ അവര് ആദ്യം അത് വരുന്നതിനെതിരെ വലിയ തോതിലുള്ള മാറ്റി സ്ഥാപിക്കണമെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ആക്രമിക്കുമെന്നുള്ള ഭീഷണികളുണ്ട്. സോ മെഡിറ്ററേനിയനിലായാലും റെഡ് സീയിലായാലും ഹോർമൂസിലായാലും ഈ എണ്ണ ഗതാഗതം LNG ഇതേപോലെയുള്ള സംഗതികളെ തടസ്സപ്പെടുത്തും, അല്ലെങ്കിൽ അവരെ ആക്രമിക്കും എന്നൊക്കെ പറയുന്ന ഒരു സൊമാലിയൻ സീ പിറേറ്റുകളുടെ അതേ തന്ത്രമാണ് ഈ 3 ഷിയ ഗ്രൂപ്പുകളും, IRGC ആയിക്കോട്ടെ, ഹൂത്തികളായിക്കോട്ടെ, ഹിസ്ബുള്ള ആയിക്കോട്ടെ, ദാറ്റ് അവരുടെ ടാക്റ്റിക്കാണ്. ഈ ടാക്റ്റിക്കിനെ എങ്ങനെയാണ് ഒരു പരിഷ്കൃത ലോകം ഡീൽ ചെയ്തത്? പരിഷ്കൃത ലോകം പറയണേ ഇത് ശരിയല്ല, ഇങ്ങനെ നിങ്ങൾ സ്ഥിരമായി ഇറാനാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹിസ്റ്ററി 2011-ലും 2019-ലും 2022-ലും ഇതേപോലെ ഹോർമൂസ് അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയോ അടയ്ക്കുമെന്ന് പറഞ്ഞോ ഒരു വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും പിന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള ഇന്റർവെൻഷൻസ് ഒക്കെ വന്നതിന് ശേഷമാണ് അവരവിടുന്ന് മാറിയത്. അപ്പോൾ അവരെപ്പോഴും ഇത് എന്താ പറയുന്നതിലെ ഒരു തലയ്ക്ക് പുറകിൽ തോക്ക് പിടിച്ചിരിക്കുന്നത് പോലെ ഈ ഒരു സംഗതി കാണിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു രാജ്യം ലോക സമാധാനത്തിനോ ലോകത്തിൻ്റെ മുന്നോട്ട് പോക്കിനോ നമ്മളുടെയൊക്കെ ജീവസന്ധാരണത്തിനോ ആ ഒരു നിലപാട്, രാജ്യമല്ല ആ ഒരു ഭരണകൂടത്തിൻ്റെ നിലപാട് ശരിയല്ല എന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യമായിട്ട് ആർക്കും കഴിയേണ്ടതാണ്. പക്ഷേ ഇവിടെ പലർക്കും അത് കഴിയുന്നില്ല.